ഒരുപാട് നാളുകൾക്ക് ശേഷം ചെയ്യുന്ന ഫോട്ടോഷൂട്ടാണ്. കുറേ നാളായി ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് നല്ല മടിയാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ചെറിയ ബ്യൂട്ടി കെയറാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു കോസ്റ്റ്യൂം നമുക്ക് സംസ്കൃതി ബൈ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ് തന്നിരിക്കുന്നത്. ബാക്കി എല്ലാ കോസ്റ്റ്യൂമും നമ്മുടെ സ്വന്തം ലക്ഷ ഡിസൈൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ BTS എടുത്തില്ല, സലൂണിൻ്റെ താഴെ തന്നെയായിരുന്നു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നത്. സോ സെക്കൻഡ് കോസ്റ്റ്യൂം വരുന്നത് ഇതാണ്. നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണുള്ളത്. അതേപോലത്തെ കുറച്ച് ഡ്രസ്സസ് ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ, അതായത് ഹൃദയക്കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. സോ നമ്മളൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. എനിക്ക് കേക്കിനേക്കാളും ഇഷ്ടം കേക്കിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിരിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതാണ് ഞാൻ മെയിനായിട്ട് കഴിക്കുന്നത് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അതിനുശേഷം നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മൃദുചേച്ചിയുടെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ ബാക്കി ഷൂട്ട് ചെയ്തത്. വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യണമെന്ന് ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നത്. കാരണം എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഈ ഒരു കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. കാണാനും നല്ല രസമുണ്ട്. ഇതൊക്കെ ഇടുമ്പോൾ കുറച്ച് തടിയും സംഭവങ്ങളൊക്കെ തോന്നിക്കുന്നുണ്ട്. ഞാൻ ഇത്ര തടിയൊന്നും ഇല്ല ഗൈസ്, ആ ഡ്രസ്സിൻ്റെയാണ്. പിന്നെ ഞാൻ ഹെയർ അഴിച്ചിട്ടിട്ട് പിന്നെ വീണ്ടും ഫോട്ടോസ് എടുത്തു. പിന്നത്തെ കോസ്റ്റ്യൂം വരുന്നത് ഇതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ സ്ലിറ്റ് ഇല്ലാത്തതാണ്. നമുക്ക് വേണമെങ്കിൽ ലെഗിൻസിലോട്ട് കോമ്പിനേഷനൊക്കെ ചെയ്തിട്ട് ഇടാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഇതേ ആ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ച സാർ വന്നിട്ട് പോസ് ചെയ്യുന്ന കണ്ടു. ഭയങ്കര പോസിങ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫോട്ടോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണ സമയത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടിട്ട് കാണിച്ചു തരാം. കാരണം ഫോട്ടോയിൽ എന്നേക്കാളും നന്നായിട്ട് പൂച്ച സാറാണ് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഇണക്കമുള്ള പൂച്ചക്കുട്ടിയായിരുന്നു കേട്ടോ. വേറെയും പൂച്ചക്കുട്ടി ഉണ്ട്, ഒരു ബ്ലാക്ക് കളർ ഉണ്ട്, പേർഷ്യൻ കാറ്റാണെന്ന് തോന്നുന്നു. അത് അത്ര വലിയ രീതിക്ക് ഇണക്കൊന്നുമില്ല. പക്ഷേ ഇവൻ ഭയങ്കരമായിട്ട് എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാനേ സമ്മതിക്കുന്നുണ്ടാകുന്നില്ല. അതേപോലെ അവൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ കോസ്റ്റ്യൂം. ഇതൊരു കുർത്തിയാണ്. ഇപ്പോൾ കുഴപ്പമില്ല, ഈ ഒരു കുർത്തി നോർമൽ ഒരു കുർത്തിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബുക്കൊക്കെ പിടിച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അപ്പോഴേക്കും ലൈറ്റൊക്കെ പോയായിരുന്നു കേട്ടോ. പൂച്ച സാർ ഇതേ താഴെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അവൻ്റെ ഫോട്ടോ എടുക്കുന്നൊന്നുമില്ല, പക്ഷെ അവൻ്റെ ലുക്ക് ഫുള്ളും ക്യാമറയിലോട്ടായിരുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു തിരിച്ച് നമ്മൾ സലൂണിലെത്തി. ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. പിന്നെ ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് താഴെ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയ ടൈമിൽ അവിടെ പാനിപ്പൂരി കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലമായി പാനിപ്പൂരി കഴിച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് സേവ് പൂരിയാണ് കേട്ടോ. നിങ്ങൾക്ക് പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി, അളകാപ്പൂരി എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് സേവ് പൂരി, ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്നത് സേവ് പൂരിയാണ്. പണ്ട് എനിക്ക് സമൂസ ചാറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് സേവ് പൂരി. അതിനുശേഷം ഞാനൊരു വാച്ച് ഷോപ്പിലോട്ട് പോയി. ഞാൻ പണ്ട് വാങ്ങിച്ചൊരു വാച്ച് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. വീട്ടിൽ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ സ്വന്തം ഹന ട്രിങ്കേഴ്സിൽ പോയിട്ട് എനിക്ക് ഈദിൻ്റെ ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ടൈം ഇല്ലാത്ത കാരണം നമ്മൾ ആ ഷൂട്ട് ഒഴിവാക്കി. പിന്നെ എൻ്റെ കുറച്ച് കോസ്റ്റ്യൂംസ് അവിടെ ഇരിക്കണ്ടായിരുന്നു, അതെടുത്തു. ബോഡി ടാൻ മാറാൻ നാൽപ്പാമരാതി കേരത്തായാലും നല്ലതെന്ന് കണ്ടിട്ട് ഞാനതൊരു ബോട്ടിൽ വാങ്ങിച്ചു. ദെൻ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു അത് 5 മിനിറ്റിനുള്ളിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് പതിവ് പോലെ സ്വാഹ നമ്മളെ പോസ്റ്റ് അടുപ്പിക്കുകയാണ്. അവസാനം ഇതേ നമ്മുടെ ഓഫീസിൻ്റെ അവിടെ ഞാൻ പോയി നിന്നു. എന്നിട്ട് അവസാനം ഇറങ്ങി വന്നു. പിന്നെ പച്ചക്കറി ഷോപ്പിലൊക്കെ പോയിട്ട് കുറച്ച് തണ്ണിമത്തനും പഴം ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. അമ്മമാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരിക്കുമല്ലോ, മീനൊക്കെ വാങ്ങിച്ച് അവസാനം ഒരു സമയമാകുമ്പോൾ നമ്മൾ വീട്ടിൽ